സ്കൂൾ കായികമേളയിൽ മീറ്റ് റെക്കോർഡും സ്വർണവും നേടിയ വീടില്ലാത്ത കുട്ടികൾക്ക് വീട് വെച്ച് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയിൽ വീട് വെച്ച് നൽകും. ആദ്യഘട്ടത്തിൽ 50 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും ഇപ്പോൾ തന്നെ സ്പോൺസർമാരായെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ചില കായിക താരങ്ങളുടെ വീടിന്റെ അവസ്ഥ ഞാൻ നേരിട്ട് തിരിച്ചറിയുകയുണ്ടായി. ഇതിൽ സ്വർണം നേടിയവരും മീറ്റ് റെക്കോർഡ് നേടിയവരുമുണ്ട്. ഇടുക്കി സ്വദേശിനിയായ ദേവപ്രിയയ്ക്ക് CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റി വീട് വെച്ചു കൊടുക്കുവാൻ അറിയിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കോഴിക്കോട് സ്വദേശിനിയായ ദേവനന്ദയ്ക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും. കേരള സ്കൂൾ ഒളിമ്പിക്സിൽ മീറ്റ് സ്വർണം നേടിയ അർഹരായവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണിത്. നിലവിൽ 50 വീട് വെച്ച് നൽകുവാനാണ് ലക്ഷ്യം. ഇതിനായി വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ നല്ലവരായ ജനങ്ങളോട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ പദ്ധതിയിൽ വീട് വെച്ച് നൽകുവാൻ താല്പര്യമുള്ളവർ വകുപ്പിനെ സമീപിച്ചാൽ പാവപ്പെട്ട കുട്ടികൾക്ക് അത് വലിയ കൈത്താങ്ങാകും. 3 മാസത്തിനകം അവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കണമെന്നുള്ള കാര്യമാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. ഒന്ന് വീടില്ലാത്തവരുണ്ട്, വീടും സ്ഥലവും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അത് അനുസരിച്ചുള്ള എത്രയാണെന്ന് വെച്ചാൽ അവിടുത്തെ മാർക്കറ്റ് റേറ്റൊക്കെ നോക്കിയിട്ട് അത് നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി പഞ്ചായത്തിനൂടെ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പം ലൈഫിൽ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അപ്പോൾ പിന്നെ സ്ഥലം വാങ്ങാൻ വേണ്ടി 6 ലക്ഷം രൂപയാണ്. ലൈഫിൽ കൊടുക്കുന്ന 10 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് എങ്ങനെ വേണമെന്ന് സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വളരെ നല്ലൊരു തീരുമാനം എന്ന് തന്നെ പറയാം. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഈ വീടുകളുടെ നിർമ്മാണം അതെപ്പോഴേക്ക് ആരംഭിക്കുമെന്ന് കരുതണം? 3 മാസത്തിനകം ഈ വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്വർണം നേടുകയും മീറ്റ് റെക്കോർഡ് നേടുകയും ചെയ്തിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട 50 പേർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ വീടുകൾ വെച്ച് നൽകുക. ഇതിനുവേണ്ടിയുള്ള സ്പോൺസർമാരടക്കം സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ആദ്യമായി ദേവപ്രിയ, അതായത് ഇടുക്കി സ്വദേശിനിയായ കായിക താരത്തിന് CPIMന്റെ ജില്ലാ കമ്മിറ്റി തന്നെ വീട് വെച്ച് നൽകാമെന്ന് കഴിഞ്ഞ ദിവസം നേരിട്ട് അറിയിച്ചതായും മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും എന്നാൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായി വീട് വെച്ച് നൽകുക എന്നൊരു ആശയം മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ 50 വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർമാർ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞതായും 3 മാസത്തിനകം ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി വീട് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആലോചിക്കുന്നത് എന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് കൂടുതൽ വിവരങ്ങൾ നൽകി.